LMRKയുടെ അഗ്നിമഹായാഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗാങ്ടോക്ക് വരെ ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളൊരു വീഡിയോ ആണിത്. എല്ലാ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ചേച്ചിമാരൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇവിടെ നിന്ന് ആരും കൂടി ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവിടെ എത്തും എന്നുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം എല്ലാവരും ഇന്ത്യയുടെയും ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ നിന്നും ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരുമായിട്ടും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾ പല സ്ഥലത്തു നിന്നൊരു ഡ്യൂട്ടി പോലെ വന്ന് പങ്കെടുത്ത് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പേരെ മാത്രം ഈ ഒരു ഗ്രൂപ്പിൽ പരിചയമുള്ളൂ. അപ്പോൾ എങ്ങനെ യാത്ര പോകും അറിയില്ല. ഡേറ്റ് അനൗൺസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. കാരണം അവിടെ എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ്, ബാഗ്ഡോഗ്ര. സിക്കിമിലെ ഗാങ്ടോക്കിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പൂജാമുറി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഒരു യാഗം നടക്കുന്നത്. അപ്പോൾ അത്ര അകലെന്ന് കേട്ടപ്പോൾ പോകണമോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം LMRKയുടെ മിക്ക പ്രോഗ്രാംസും പഴനി അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നടക്കാറ്. പക്ഷെ ഞാനിങ്ങനെ കാത്തിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കണം എന്നുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ ചെന്നൈയിൽ നിന്നാണ് വളരെ കുറവ് കാണിച്ചത്. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലേ ഓവർ ഒക്കെ ആയിട്ട് പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പോയി എക്സ്പീരിയൻസ് ചെയ്താലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുള്ളൂ. നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഫോളോ ചെയ്തല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചൊരു യാത്രയാണിത്. അതുപോലെ നമ്മൾക്ക് പല വിധത്തിലുള്ള ഓൺലൈൻ സർവീസുകളുണ്ട്. അവരൊക്കെ നമ്മൾക്ക് എങ്ങനെ ഒരു യാത്രയിൽ ഉപകാരപ്പെടുത്താം എന്ന് ഞാൻ എന്താ പറയുക പഠിച്ചൊരു യാത്രയും കൂടെയാണിത്. അപ്പോൾ ഇതിപ്പോൾ ബാഗ്ഡോഗ്രയിൽ എത്തുകയാണ്. ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നവരാണ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ എനിക്ക് കൊൽക്കത്തയിലായിരുന്നു ലേ ഓവർ. അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് പോയത്. ഞാൻ ബാഗ്ഡോഗ്ര എയർപോർട്ട് എത്തി. ഒരു ടാക്സി വിളിച്ച് ഞാൻ അവിടെ താഴെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാഗ്ഡോഗ്രയുടെ നിയറസ്റ്റ് സിലിഗുരി എന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ബാഗ്ഡോഗ്രയിലേക്ക് ഓൺലൈൻ ക്യാബ്സ് അവൈലബിൾ ആണ്. അതിൽ ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു സർവീസാണ് അവരുടെ. രാവിലെ 6 മണി തുടങ്ങി അവരുടെ സർവീസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ്, അതെങ്ങനെയുള്ള സ്ഥലമാണ് എന്നൊന്നും എനിക്കൊരു എടുത്തുണ്ടായിരുന്നില്ല. അവരുടെ ഗ്രൂപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഓൺലൈൻ ക്യാബിൻ്റെ ഡീറ്റെയിൽസും ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ലൊരു സർവീസ് നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മളുടെ ഇപ്പോൾ അത് പിറ്റേ ദിവസത്തെ യാത്രയാണ്. ഞാൻ എല്ലാം വീഡിയോ എടുത്തില്ല. ഒറ്റയ്ക്കായത് കൊണ്ട് എല്ലാം വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. മനോഹരമായിട്ടുള്ള കുറേ ഹെയർ പിൻസ് കയറിയിട്ടാണ് സിലിഗുരിയിൽ നിന്ന് നമ്മൾ ഗാങ്ടോക്കിലെത്താം. അപ്പം ഈ ഡ്രൈവ് ചെയ്യുന്ന ആളൊരു ഷെർപ്പയാണ്. അതിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതൊരു പ്രത്യേകതരം പേരാണ്. ലാസ്റ്റ് ഷെർപ്പ എന്ന് മാത്രം എനിക്ക് അറിയുള്ളൂ. പക്ഷെ ആൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ മനസ്സിലാവണം. അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷൊന്നും അറിയില്ല. അവർ ഇംഗ്ലീഷും നേപ്പാളിയും കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് അതിനോട് സംസാരിക്കാൻ തോന്നിയത് തന്നെ വലിയ ഭാഗ്യം എന്നാണ് വിചാരിക്കണം. കാരണം എനിക്ക് ഗാങ്ടോക്കിൽ പോകാനായിട്ട് നല്ലൊരു ഡ്രൈവറൊക്കെ ഏർപ്പാടാക്കി ആൾ റെഡിയാക്കി എന്നെ സേഫായിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ നിയറസ്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചു തന്നത് ആ ഷെർപ്പയാണ്. അപ്പം നമ്മൾ ചെന്നെത്തുന്ന സ്ഥലത്ത് നല്ല മനുഷ്യരെ പരിചയപ്പെടാനും അങ്ങനെയുള്ള മനുഷ്യരെ കിട്ടാനും ഭാഗ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ യാത്രയുടെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ കണ്ടതിൽ ഏറ്റവും അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഗാങ്ടോക്ക്. ഈ നദിയാണ്